നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ കോവിഡ് പിടിമുറുക്കുകയാണ്. JN1 എന്ന പുതിയ വകഭേദം കൂടി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത്. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 265 പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ഭയപ്പെടുത്തി ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ മരണം കോവിഡ് കാരണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നിലവിൽ 2606 ആക്റ്റീവ് കേസുകളാണുള്ളത്. രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 328 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ 265 കേരളത്തിലാണ് എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്നത്. 2997 രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ. അതിൽ 2600ഓളം കേസുകൾ കേരളത്തിലും. രാജ്യത്ത് JN1 കോവിഡ് വകഭേദത്തിൻ്റെ കാര്യത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിൽ 358 പുതിയ കേസുകളായിരുന്നു അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. 3 മരണമായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അയൽ സംസ്ഥാനമായ കർണാടകയിൽ മാത്രം 105 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം തടയാനായി കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുപോലെ തന്നെ സംയുക്തമായി തന്നെ ഒരു പരിശ്രമം നടത്തണം. അല്ലാതെ ഇതിനെ അകറ്റാനായി സാധിക്കില്ല, പ്രതിരോധിക്കാൻ കഴിയില്ല. രോഗലക്ഷണങ്ങൾ കാണുന്നവരെ നിരീക്ഷിക്കാനും തീവ്രമായി രോഗം ബാധിക്കുന്നവർക്ക് യഥാസമയം വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാനുമുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കൂടുതൽ പരിശോധന നടത്താനും ഉന്നതതല യോഗത്തിൽ സംസ്ഥാനങ്ങളോട് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് പുറത്തു വിടുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് മാത്രമാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഓരോ ജില്ലയിൽ എത്ര രോഗികളുണ്ടെന്നും ആരൊക്കെ മരണപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ സർക്കാർ പുറത്തു വിടേണ്ടതാണ്. കഴിഞ്ഞ ദിവസം 3 മരണവും 300 പേർക്ക് രോഗവും സ്ഥിരീകരിച്ചിരുന്നു. അതിലെ കൃത്യമായ കണക്കുകളൊന്നും തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നൊരു പരാതിയും ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെയുണ്ട്. സംസ്ഥാന ആരോഗ്യവകുപ്പിന് എല്ലാ ദിവസവും കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതേക്കുറിച്ചൊരു അവബോധമുണ്ടാകൂ എന്നുള്ള ഒരു വിമർശനം കൂടി ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഓരോ ജില്ലയിലും എത്ര രോഗികൾ, എത്ര പരിശോധന നടക്കുന്നു, അതിൽ എത്ര രോഗികളുണ്ട്, രോഗവ്യാപനത്തിൻ്റെ തോതെത്ര, എത്ര പേർ മരണപ്പെടുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇനി പുറത്തു വിടേണ്ടത്. നവകേരള സദസ്സ് സമാപിക്കുന്നതുവരെ പരിശോധനകളുടെ എണ്ണം പുറത്തു വിടാതിരിക്കേണ്ട എന്നൊരു തീരുമാനമാണോ ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത് എന്നുള്ള ചോദ്യവും ജനങ്ങൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.